നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നിപ്പോൾ എന്താ പതിവില്ലാതെ ഈ നേരത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വിശേഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മോളുവിൻ്റെ എന്താ പറയുക നിക്കാഹ് ആനിവേഴ്സറിയാണ്, രണ്ടാമത്തെ. അപ്പോൾ അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഓൾറെഡി രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നിക്കാഹിൻ്റെ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ വീഡിയോസ് ഉണ്ടോ, അന്ന് എന്താ അതുണ്ടെങ്കിൽ വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് വ്ളോഗ് ചാനലൊന്നും ഇല്ല, നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഞങ്ങൾ അതൊക്കെ നിൽക്കാതിന് നമ്മൾ ഫോട്ടോസിന് ആളേൽപ്പിച്ച് ക്യാമറമാനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് മോളിൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടുന്ന് നല്ല വീഡിയോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിന് അവിടെ ഈ എന്താ പറയുക വീഡിയോസ് എടുക്കാൻ ഏൽപ്പിച്ച ആൾക്കാരുണ്ടാവില്ലേ, അവർ കുറച്ചൊരു ഹൈലൈറ്റ് ആക്കിയിട്ട് ചെറിയൊരു 1 മിനിറ്റിൻ്റെ 1.5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അപ്പോൾ എനിക്ക് തോന്നി ഇന്നാണ് അത് ഇടാനുള്ള ഒരു നല്ലൊരു ദിവസം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിടുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ചോദിച്ചവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 വർഷമായി, എത്ര പെട്ടെന്നാണ് അല്ലേ 2 വർഷമായത്. അപ്പോൾ നിക്കാഹ് നമ്മളിവിടെ വലിയ പരിപാടിയായിരുന്നു കേട്ടോ. നമ്മളിവിടെ അരീക്കോട് അടുത്തൊരു ഓഡിറ്റോറിയത്തിലൊക്കെ ആയിട്ട് വലിയ അത്യാവശ്യം നല്ല 800 ആൾക്കാരുള്ള, അവിടുന്ന് ഒരു 100-400 ആൾക്കാർ വന്ന് നമ്മൾ നിക്കാഹായിരുന്നു വലിയ പരിപാടി ആക്കിയിട്ടുണ്ടായിരുന്നത്. കല്യാണം പിന്നെ മെയ്യിലായിരുന്നു. ഇതിപ്പോൾ ഫെബ്രുവരി 26 നിക്കാഹ്, കല്യാണം മെയ് 17-ാം തീയതി. കല്യാണം എന്ന് പറഞ്ഞാൽ അവർ കൂട്ടി കൊണ്ടുപോകുന്ന പരിപാടി, വലിയ ഫംഗ്ഷൻ ആയിരുന്നു. നിക്കാഹാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിക്കാഹായിരുന്നു ഇവിടെ വലുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കല്യാണം എന്താ പറയുക മെയ് 17-ാം തീയതി ഇവിടുന്ന് അവിടുന്ന് ഒരു 10-50 ആൾക്കാർ, ഇവിടെ നമ്മളൊരു ഫാമിലീസ് അധികം പെട്ടെന്ന് എന്തായാലും നിർബന്ധമായിട്ട് വിളിക്കേണ്ട കുറച്ച് 50 ആൾക്കാർ കൂടി ഒരു ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അവർ വന്ന് കൊണ്ടുപോയി വീട്ടിൽ നിന്നല്ല, അത് ചെറിയൊരു കുഞ്ഞൊരു ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ പിറ്റേന്ന് മെയ് 18-ന് അടിപൊളിയായിട്ട് വലിയൊരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അവർ ചോദിച്ച് നോക്കണം. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ ആ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി. ചോദിച്ചവർക്കായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അരീക്കോട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സൺസിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ അവരുടെ നിക്കാഹ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നന്നായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. വൈകുന്നേരം, അതായത് ഫെബ്രുവരി 26 വൈകുന്നേരം 4 മണിക്ക് അസർ നിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ നിക്കാഹ് ഉണ്ടായിരുന്നത്. ഒരു അസർ ബാങ്കിൻ്റെ സമയമായപ്പോഴേക്കും അവരൊക്കെ അവിടെ എത്തി, നേരെ പള്ളിയിലേക്ക് എത്തി. നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത്. അപ്പോൾ മോള് റെഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനും എല്ലാം അവർ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം മോളുവിനെ അവർ കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങി ഞങ്ങൾ കൊണ്ടാക്കി തന്നിട്ട്, അതുപോലെ രാവിലെ നിക്കാഹിൻ്റെ ദിവസം രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വന്നു. അവളെ എന്താ പറയുക അടിപൊളിയായിട്ട് ഒരുക്കി. ഇതെല്ലാം അൻസാറും അവർ തന്നെ അവരുടെ ഫാമിലി ആട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളൊന്നും അറിയേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. മഹറായിട്ട് ഇതാ 2 വലിയ മാലയും പിന്നെ നല്ലൊരു കൈച്ചെയിന്, മോതിരം, കമ്മല, പാദസരം, ഒരു പെൺകുട്ടി എന്തെല്ലാം ഇടുമോ അതെല്ലാം അവൾക്ക് മഹറായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇന്നേക്ക് അത് 2 വർഷമായി. അപ്പോൾ ഇന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ ദിവസം എനിക്ക് തോന്നി. ഈ ഒരു കുഞ്ഞു വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പം ജസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ടതാട്ടോ. നമ്മുടെ ഡെയിലി വീഡിയോ ഇന്ന് രാത്രി 9 മണിക്ക് തന്നെ എത്തും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.